الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ സൂറത്തായ സൂറത്തുൽ ബഖറയുടെ ആദ്യത്തെ രണ്ടായത്തുകളുടെ അർത്ഥവും ആശയവുമാണ് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما وبالآخرة هم يوقنون. صدق الله العلي. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين. ആ ഗ്രന്ഥം, അതിൽ സംശയമേതുമില്ല, സംശയത്തിന് യാതൊരു അവകാശവുമില്ലാത്ത ആ ഗ്രന്ഥം അഥവാ ലൗഹുൽ മഹ്ഫൂദിലുള്ള ആ ഗ്രന്ഥം ഒരു വ്യാഖ്യാനം, അല്ലെങ്കിൽ വളരെ പവിത്രമായ പരിശുദ്ധ ഖുർആൻ എന്ന ആ ഗ്രന്ഥം, ഇല്ലെങ്കിൽ ജൂതന്മാരും ക്രിസ്ത്യാനികളും എന്ന നിലക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ ഗ്രന്ഥം, ഇത് മദീനയിൽ അവതരിപ്പിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞു. മദീനയിലെ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒരു പ്രവാചകനെയും ഒരു വേദഗ്രന്ഥത്തെയും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞതിന് അങ്ങനെയും ഒരർത്ഥമുണ്ട്. നിങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ ഗ്രന്ഥം, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചോദിച്ച ആ ഗ്രന്ഥം, നിങ്ങൾ ചോദിച്ച ആ ഹിദായത്ത്, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഹുദൽ ലിൽ മുത്തഖീൻ. ഇത് മുത്തഖീങ്ങൾക്ക് ഹിദായത്താണ്. ആർക്കാണ് ഈ പരിശുദ്ധ ഖുർആൻ പ്രയോജനപ്പെടുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നു. ഇനിയുള്ള ഈ ആയത്തുകളിൽ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. ഈ ഗ്രന്ഥം ആർക്കാണ് ഉപകാരപ്പെടുക, ഇതുകൊണ്ട് ആർക്കാണ് പ്രയോജനം കിട്ടുക? 6 ഗുണങ്ങളുള്ള ആളുകൾക്കാണ് ഈ ഗ്രന്ഥം പ്രയോജനപ്പെടുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിൽ 3 വിശ്വാസകാര്യങ്ങളും 3 കർമ്മങ്ങളുമാണ്. ഒന്നിപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, മുത്തഖീങ്ങൾക്കാണ് ഇത് ഉപകാരപ്പെടുക. ജീവിതത്തിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ ജാഗ്രതയും സൂക്ഷ്മതയും പുലർത്തുന്നവർക്കാണ് ഇത് ഉപകാരപ്പെടുക. ഇതാണ് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തെ വിഭാഗമാണ് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവർ, അവർക്കാണ് ഇത് ഉപകാരപ്പെടുക. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നമസ്കാരം അതിന്റെ സമയത്ത്
പ്രകാരവും അതിൻ്റെ ക്രമപ്രകാരവും നിർവഹിക്കുന്നവർക്കാണ് ഇത് ഉപകാരപ്പെടുക. നാലാമത്തെ ഗുണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാലാമത്തെ വിഭാഗം എന്ന് പറയുന്നത്, നാം നൽകിയ വിഭവങ്ങളിൽ നിന്ന് ചെലവഴിക്കുന്നവരായിരിക്കും. അഞ്ചാമത്തത് വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക, നിനക്കും നിന്റെ മുമ്പുള്ള പ്രവാചകന്മാർക്കും ഇറക്കിയതിൽ വിശ്വസിക്കുന്നവരായിരിക്കും. അഥവാ വേദഗ്രന്ഥങ്ങളിൽ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നവരായിരിക്കും അവർ. ഇതാണ് അഞ്ചാമത്തത്. ആറാമത്തതും അവസാനത്തതും വളരെ പ്രധാനപ്പെട്ടതുമാണ്. വബിൽ ആഖിറതി ഹും യുഖിനൂൻ, പരലോകത്തിൽ അവർ ദൃഢവിശ്വാസമുള്ളവരായിരിക്കും, നല്ല ഉറച്ച വിശ്വാസമുള്ളവരായിരിക്കും. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ വിശ്വാസ കാര്യങ്ങളാണ്. അൽ ഈമാനു ബിൽ ഗൈബ്, അൽ ഈമാനു ബിൽ കുതുബ് അസ്സമാവിയ്യ, അൽ ഈമാനു ബിൽ ആഖിറ, അല്ലെങ്കിൽ അൽ ഈമാനു ബിൽ ഗൈബ്, അൽ ഈമാനു ബിർ റുസുൽ, അൽ ഈമാനു ബിൽ ആഖിറ. ഗൈബിലുള്ള വിശ്വാസം, അദൃശ്യങ്ങളിലുള്ള വിശ്വാസം, പ്രവാചകന്മാരിലും അവർക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം. ഇത് മൂന്ന് വിശ്വാസ കാര്യങ്ങൾ. ഈ കർമ്മകാര്യങ്ങൾ എന്ന് പറയുന്നത് തഖ്വ, ജാഗ്രതയും സൂക്ഷ്മതയും പുലർത്തുക. രണ്ടാമത്തത് നമസ്കാരം നിലനിർത്തുക. മൂന്നാമത്തത് ഞാൻ നൽകിയതിൽ നിന്ന് ചെലവഴിക്കുക. ഇങ്ങനെയുള്ള 6 ഗുണങ്ങളുള്ളവർക്കാണ് ഈ പരിശുദ്ധ ഖുർആൻ ഉപകാരപ്പെടുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ, ഈ കിതാബ്, ഖുർആനെ ഖുർആൻ എന്നും കിതാബ് എന്നും വിശേഷിപ്പിച്ചതായി കാണാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആലിക്കൽ കിതാബ്, ആ വേദഗ്രന്ഥം. ചില സ്ഥലത്ത് അല്ലാഹു ഈ ഗ്രന്ഥത്തെ അൽ ഖുർആൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്താ കിതാബും ഖുർആൻ തമ്മിലുള്ള വ്യത്യാസം? കിതാബ് എന്ന് പറഞ്ഞാൽ എഴുത്താണ്, ഖുർആൻ എന്ന് പറഞ്ഞാൽ വായനയാണ്. ഇപ്പൊ എഴുത്തും വായനയും ശരിക്കും ഇത് നമ്മൾ എഴുതുന്നതല്ല, അല്ലെങ്കിൽ നമ്മൾ എഴുതി ഉണ്ടാക്കുന്നത് അല്ലാഹു എഴുതുന്നതാണ്. അതുകൊണ്ടുകൂടിയാണ് ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വ്യാഖ്യാനം. അല്ലാഹുവിന്റെ എഴുത്താണ്. ഇതിൽ ഒരു വാക്ക് നമുക്ക് എഴുതി ചേർക്കാൻ പറ്റില്ല, ഒരു വാക്ക് നമുക്ക് കൂട്ടിച്ചേർക്കാനോ മായ്ക്കാനോ പറ്റില്ല. അത്രയും സുരക്ഷിതമായ എഴുത്താണ്. ഈ എഴുത്ത് നമുക്ക് ചെയ്യാവുന്നത് വായിക്കുക എന്നുള്ളതാണ്, പഠിക്കുക എന്നുള്ളതാണ്. ഇതിനാണ് ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനാക്കിയത്. ഇതിൽ നമുക്കൊന്നും എഴുതി ചേർക്കാനോ ഇതിൽ നമുക്കൊന്നും വെട്ടാനോ പറ്റില്ല. അപ്പോൾ പരിശുദ്ധ ഖുർആൻ അല്ലാഹു എഴുതിയതും നാം വായിക്കേണ്ടതുമാണ്. അതുകൊണ്ടാണ് ഖുർആൻ എന്ന പേര്, വായന എന്ന പേരുണ്ടായി. ഇനി ഈ ഗ്രന്ഥം, ഈ പരിശുദ്ധ ഖുർആൻ ആർക്കൊക്കെയാണ് പ്രയോജനപ്പെടുക എന്നതാണ് ഇനി നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. 6 വിഭാഗം എന്ന് പറഞ്ഞു. ഇതിൽ ഒന്നാമത്തെ വിഭാഗം സൂക്ഷ്മത ആഗ്രഹിക്കുന്നവർ, ജാഗ്രത ആഗ്രഹിക്കുന്നവർ, നന്നാവണം ആഗ്രഹിക്കുന്നവർ. ഒരാൾ നന്നാവണമെന്ന് സ്വയം ആഗ്രഹിച്ചാൽ മാത്രമേ അയാൾ അല്ലാഹു നന്നാക്കൂ. നന്നാവാൻ ആഗ്രഹമില്ലാത്ത ആൾക്കാരെ അല്ലാഹു നന്നാക്കില്ല. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അല്ലാഹു സൂറത്തുർ റഅദ് 11-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഒരു സമൂഹത്തെയും അല്ലാഹു മാറ്റൂല, മാറ്റത്തിന് അവർ സ്വയം തയ്യാറായി വന്നെങ്കിലല്ലാതെ. ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ സ്വയം കൊണ്ടുവരണം. എല്ലായ്പ്പോഴും മറ്റുള്ള ആളുകൾ നിങ്ങൾക്ക് ചേഞ്ച് തരും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ചേഞ്ച് നിങ്ങൾ തന്നെ കൊണ്ടുവരണം എന്നൊരു മഹാൻ പറഞ്ഞിട്ടുണ്ട്. ആരാണ് മഹാൻ? ബസ്സിലെ കണ്ടക്ടർ. വേറെ ആൾക്കാരെ ചേഞ്ചിങ് കൊണ്ട് വിചാരിച്ചിട്ടുള്ളത് ചേഞ്ചിങ്ങളെന്ന് കൊണ്ടുവരണം. പക്ഷെ അത് ബസ്സിലെ കണ്ടക്ടർ മാറ്റി നിർത്താൻ, അതങ്ങ് മാറ്റി നിർത്തിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചേഞ്ച് നമ്മൾ തന്നെ കൊണ്ടുവരണം. നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ മാറണം. വേറൊരാൾക്ക് നമ്മളെ മാറ്റാൻ കഴിയില്ല. നമ്മൾ മാറാൻ സന്നദ്ധമാകാൻ. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിൽ ശ്രദ്ധയും സൂക്ഷ്മതയും ഉള്ളവൻ, നന്നാവണം എന്ന് വിചാരിക്കുന്ന ആൾക്ക് ഈ ഖുർആൻ ഉപകാരപ്പെടും. നമ്പർ 1. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ആരാണ് ഈ മുത്തഖി? ആരാണ് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നന്നായിട്ടുള്ള, പടച്ചവനെ പേടിയുള്ള മുത്തഖിയായ ആളാരാണ്?
അയാളുടെ ഗുണം അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ ഗൈബിൽ വിശ്വസിക്കുന്നവർ. എന്താണ് ഈ ഗൈബ് എന്ന് പറഞ്ഞാൽ? ഗാബ എന്ന് പറഞ്ഞാൽ മറഞ്ഞു, ഹളറ എന്ന് പറഞ്ഞാൽ ഹാജറായി. ഇപ്പൊ മുന്നിൽ നിൽക്കുന്ന നിങ്ങളൊക്കെ ഹാജരീങ്ങളാണ്. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ ടീച്ചർ പ്രസന്റ് എടുക്കുമ്പോൾ അറബി മാസ്റ്റർ ക്ലാസ് ആണെങ്കിൽ ഹാജർ എന്ന് പറയും, ഞാൻ മലയാള മാസ്റ്റർ ക്ലാസ് ആണെങ്കിൽ ഹാജർ എന്ന് പറയും. രണ്ടും അടിസ്ഥാനപരമായ ഒന്നാണെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ട്. ഇല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇവിടെ ഇല്ല, ഹാജരില്ല. അപ്പൊ നമ്മൾ നേർക്ക് നേരെ കാണാത്ത കാഴ്ചക്കപ്പുറമുള്ള അദൃശ്യ കാര്യങ്ങൾക്കാണ് ഗൈബിയായ കാര്യങ്ങൾ. ഗൈബിയായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഖുർആൻ ഉപകാരപ്പെടും. ഒരാൾ വാശി പിടിക്കുകയാണ്, എന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ട് ബോധ്യപ്പെട്ട, അറിഞ്ഞ് ബോധ്യപ്പെട്ട കാര്യത്തിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്നൊരാൾ വാശി പിടിക്കുകയാണെങ്കിൽ അയാൾക്ക് ഈ ഖുർആൻ ഒരു കാര്യമില്ല. അങ്ങനെ വാശി പിടിക്കുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് അവരെ കുറിച്ച് നമ്മൾ പറയാറുള്ളത് ബുദ്ധിജീവികൾ എന്നാണ്. യഥാർത്ഥത്തിൽ ഒരു ബുദ്ധിയില്ലാത്ത അന്തംഗട്ട ആൾക്കാരാണ്. കാരണം ഒരാള് അയാളുടെ പഞ്ചേന്ദ്രിയങ്ങൾ, അയാളുടെ കണ്ണ്, കാത്, നാക്ക്, മൂക്ക്, ത്വക്ക്, ഇതുകൊണ്ടൊക്കെയാണ് അന്വേഷിച്ച് ഇതൊക്കെ കണ്ട് ടേസ്റ്റ് ചെയ്ത് അനുഭവിച്ച് മണത്ത് കണ്ട് മനസ്സിലാക്കിയെങ്കിലേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്നൊരാൾ പറയുകയാണെങ്കിൽ അത് ഏതും നമ്മൾ സാധാരണ മലയാള ഭാഷ ഏത് പോലീസുകാരനെ പറ്റും കണ്ടിട്ട് വിശ്വസിക്കാൻ അത്ര വലിയ നേർക്ക് നേരെ ഞാൻ കണ്ടു, ഇയാളെ കണ്ടു, ഇയാളിൽ വിശ്വസിക്കാൻ അത്ര വലിയ അത്ഭുതം. കാണാതെ സൂചനകൾ കൊണ്ട് മനസ്സിലാക്കിയിട്ട് കണ്ടെത്തുന്ന അയാൾ യഥാർത്ഥ ബുദ്ധിജീവി. നേർക്ക് നേരെ കണ്ടിട്ടില്ല, പക്ഷെ കാണാതെ അതിന്റെ അടയാളങ്ങൾ കണ്ട്, അതിന്റെ സൂചനകൾ കണ്ട്, അതിനെക്കുറിച്ച് പഠിച്ച് ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ മറ്റൊന്നും ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇയാൾക്ക് ബുദ്ധി ഉണ്ടെന്ന് മനസ്സിലാക്കുക. ചില പേരാൾക്ക് കണ്ടാൽ മനസ്സിലാകുന്നത് എല്ലാവരും കണ്ടാൽ മനസ്സിലാക്കുക. അതാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ കാണാത്തതിലും വിശ്വസിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ എല്ലാം നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും, എല്ലാം അനുഭവിച്ചറിയാൻ പറ്റും. ഇപ്പൊ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള പല സംഗതികളും നമുക്ക് അനുഭവിച്ച് ക്വാണ്ടിഫൈ ചെയ്യാനോ ക്വാളിഫൈ ചെയ്യാനോ പറ്റില്ല. നമ്മളിപ്പോ വികാരങ്ങൾ നമുക്ക് യഥാർത്ഥത്തിൽ അറിയാൻ പറ്റില്ല. മനുഷ്യ വികാരങ്ങളുണ്ട്. ഇപ്പൊ ലവ്, സ്നേഹം എന്ന് പറയുന്നത് ഒരു വികാരമാണ്. പക്ഷെ നിങ്ങൾക്ക് എന്നോട് എത്ര സ്നേഹം ഉണ്ടെന്ന് എനിക്ക് അളന്ന് കണ്ടെത്തി പരിശോധിക്കാൻ പറ്റും? ഒരു രക്ഷയില്ല. ചില ആൾക്കാർക്കൊക്കെ നമ്മളോട് ഭയങ്കര ഉറപ്പായിരുന്നു, പക്ഷെ കണ്ട എന്താ ചിരിച്ചങ്ങ് കെട്ടിപ്പിടിച്ചിട്ട് ചിലപ്പോൾ മനസ്സിൽ പറയുന്നതാണെന്നെങ്കിലും നമുക്കറിയില്ല, അളക്കാൻ പറ്റില്ല. സ്നേഹം നടിച്ചിട്ട് ഇപ്പോ മിനിഞ്ഞാന്നൊക്കെ പത്രത്തിൽ നിന്ന് വായിച്ചില്ലേ, ഒരു സ്ത്രീ കല്യാണം കഴിച്ച് വിദേശത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് ഭർത്താവിനെ കൊന്നുകളഞ്ഞു. എന്നിട്ടും ആ ഭർത്താവിനെയും കൊണ്ട് നാട്ടിൽ വന്നു അതിന്റെ ശവസംസ്കാരമൊക്കെ നടത്തി ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ എന്നിട്ട് തിരിച്ചുപോയി. ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് മനസ്സിലായിരിക്കുന്നത് ഈ പെണ്ണാണ് ആ ഭർത്താവിനെ സ്നേഹിച്ച് കൊല്ലുന്നു, വിഷം കൊടുത്ത് കൊല്ലുന്നു എന്നൊന്നും ആലോചിച്ചു നമുക്കറിയില്ല. ഇപ്പൊ നിലവിൽ നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ അറിയുന്ന, ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന സ്നേഹം, വെറുപ്പ് ഇതുപോലെ നമുക്ക് പരീക്ഷിച്ചറിയാൻ പറ്റില്ല. പിന്നെ ഇതിനപ്പുറത്ത് പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്ത് ചില ലോകമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, അള്ളാഹുണ്ട്, വിചാരണ അതൊന്നുമില്ല. കാരണം അതൊന്നും നമുക്കിവിടെ ടെസ്റ്റ് ട്യൂബിലൂടെ പരീക്ഷണശാലയിലൂടെ പരീക്ഷിച്ചറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പരീക്ഷിച്ചറിയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട കാര്യങ്ങൾ വിശ്വസിക്കുക എന്നത് ഈ ഖുർആൻ ഉപകാരപ്പെടുന്ന ആളുകളുടെ ലക്ഷണമാണ്. നമ്മളിപ്പോ ജീവിതത്തിൽ പല കാര്യങ്ങളും വിശ്വസിക്കുന്നു. അതിൽ ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് വിശ്വാസമുള്ള ആൾ പറഞ്ഞത് നമ്മൾ പരീക്ഷിച്ചറിഞ്ഞിട്ടാണോ? പല കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കുന്നു. അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തെ നമ്മൾ വിശ്വസിക്കുന്നു. അമേരിക്കയിൽ പോയി വന്ന ആൾക്കാർ പറയുന്നുണ്ട്, അവിടുന്ന് കണ്ട ആൾക്കാർ പറയുന്നുണ്ട്, അവിടെ നടക്കുന്ന പല സംഗതികൾ നമ്മൾ ഞാൻ അവിടെ പോയിട്ട് കണ്ടിട്ടല്ലല്ലോ വിശ്വസിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ, ചെറിയ ഉദാഹരണം പറഞ്ഞു. ഇങ്ങനെ നമ്മൾക്ക് വിശ്വാസമുള്ള ആളുകൾ പറയുന്നത് വിശ്വസിച്ച് മുന്നോട്ട് പോയാലേ ജീവിതം മുന്നോട്ട് പോകും. എൻ്റെ ഉപ്പ
ഇതിപ്പോ ആരാണ് എന്ന് എനിക്ക് വിശ്വാസമുള്ള ഒരു ഞാൻ പരീക്ഷിച്ചറിഞ്ഞതാണ്. ഇതിപ്പോ നിങ്ങളാരെയും പരീക്ഷിച്ചറിഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിശ്വാസമുള്ള ആളുകൾ നമുക്ക് പറഞ്ഞു തരും, അത് വിശ്വസിച്ചാലേ ജീവിതം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വിശ്വസ്തന്മാർ അൽ അമീൻ എന്ന് ചെല്ലപ്പേര് വിളിക്കപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പരലോകമുണ്ട്, മലക്കുകളുണ്ട്, വിചാരണയുണ്ട്, സ്വർഗ്ഗമുണ്ട്, നരകമുണ്ട്. വിശ്വസിക്കാൻ നമ്മൾ മടിക്കേണ്ടതില്ല. അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവർ എന്ന് സത്യവിശ്വാസികളുടെ ഒരു ഗുണവിശേഷണമാണ്. ആ വിശ്വാസമുള്ളവർക്കേ, അല്ലെങ്കിൽ അദൃശ്യത്തിൽ വിശ്വാസമുള്ളവർക്കേ ഈ ഖുർആൻ ഉപകാരപ്പെടുകയുള്ളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കണ്ടു തൊട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കൂ എന്നൊരാൾ പറയുകയാണെങ്കിൽ അയാൾക്ക് ഈ ഖുർആൻ കൊണ്ട് ഉപകാരം ഉണ്ടാവില്ല. ഖുർആനിലധികം ആയത്തുകളാണ്. ആയത്തുകളാണ്, തെളിവുകളാണ്. ഓരോന്നിന്റെയും തെളിവ് അല്ല സമർപ്പിക്കും. ആ തെളിവ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കാര്യം മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷ കിട്ടും. അതാണ് പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയ സവിശേഷത. പ്രവാചകന്മാർ പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുന്നു. കാരണം പ്രവാചകന്മാർക്ക് അല്ലാഹുവിൽ നിന്ന് ഈ സിക്സ്ത് സെൻസ്, പഞ്ചേന്ദ്രിയങ്ങൾക്ക് പുറമെ ഒരു ആറാം ഇന്ദ്രിയം അല്ലാഹുവിന്റെ ഭാഗം അവർക്കുണ്ട്. അത് വഹിയാണ്. അതിന് ഖുർആൻ അൽ ഇൽമു എന്ന് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ഉപ്പാനോട് പറയുന്ന ഒരു വർത്തമാനം സൂറത്ത് മറിയമിൽ അല്ലാഹു ധരിക്കുന്നുണ്ട്. യാ അബത്തി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽം. എന്റെ പൊന്നാര ഉപ്പ, എനിക്ക് അൽ ഇൽമു വന്നു കിട്ടിയിട്ടുണ്ട്, മാലം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് കിട്ടാത്ത ഒരു പ്രത്യേക അറിവ് അല്ലാഹു ഒരു പ്രത്യേക വഴിയിലൂടെ എനിക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് ഇബ്രാഹിം നബി ഉപ്പാനോട് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കണം, നിങ്ങൾക്ക് നേരായ വഴിക്ക് പോകാം. കാരണം നിങ്ങൾക്ക് കിട്ടാത്ത ഒരു ഇൽമ് എനിക്ക് പ്രത്യേക വഴിയിലൂടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ണും കാതും നാക്കും മൂക്കും തൊക്കും വഴിയൊക്കെയാണ് കിട്ടുന്നത്, പക്ഷെ എനിക്ക് അതല്ലാത്ത വഴിയിൽ വിവരം കിട്ടിയിട്ടുണ്ട്. ഇതാണ് പ്രവാചകന്മാർക്കുള്ള വഴി അൽ ഇൽമ്. ഇന്നമാന ബശറുൻ മിസ്ലുക്കും യൂഹാ ഇലൈഹി. ഞങ്ങളെപ്പോലെ മനുഷ്യൻ മാത്രമാണ്. എന്നോട് പറയാൻ പറഞ്ഞാൽ പറഞ്ഞേക്കുക, ഞങ്ങളെപ്പോലെ മനുഷ്യൻ മാത്രമാണ്. പക്ഷെ എന്താ എന്റെ പ്രത്യേകത? അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഗൈബിയായ കാര്യങ്ങളിൽ സ്വർഗത്തിലും നരകത്തിലും മലക്കുകളിലും ഒക്കെ വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. ഇപ്പൊ നമ്മൾ കണക്കിൽ ഒന്നും എത്ര? രണ്ടാണ്. പക്ഷെ കണക്ക് എന്ന് പറഞ്ഞ സയൻസാണ്. ഈ സയൻസിൽ ഈ പറയുന്ന കാരണം എപ്പോഴും ജീവിതത്തിൽ അങ്ങനെ ആയിക്കോണമെന്നില്ല. നമ്മൾ സാധാരണ പറയാറുണ്ട്, കണക്കിൽ ഒന്നും രണ്ടാണെങ്കിൽ ജീവിതത്തിൽ ഒന്നും ചിലപ്പോൾ രണ്ടാവില്ല, ചിലപ്പോൾ വലിയ ഒന്നാവും. മജീദിന്റെയും സുഹറിന്റെയും കഥല്ലേ വൈകുന്നേരം ഒന്നൊന്ന് ചോദിച്ചു മൂപ്പരാലോചിച്ച്, ഒരു പുഴയും മറ്റൊരു പുഴയും കൂടി ചേരുമ്പോൾ ഉമ്മണി വലിയ പുഴയാണാവുക. ഒന്നും വലിയ ഒന്നാണ്. ടീച്ചറെ നിന്ന് നല്ല അടി വേറെ കാര്യം. പക്ഷെ അങ്ങനെ ഒരു ചിന്ത ഉണ്ട്. ഒന്നും കൂട്ടിയാൽ വലിയ ഒന്നാകുമെന്ന് മാത്രമല്ല, ഒന്നും കൂട്ടിയാൽ 11 കൂടി ചിന്തിക്കാം. കുടുംബ ജീവിതത്തിൽ ഒന്നും എന്തായാലും രണ്ടല്ല. ഒന്നും ചിലപ്പോ വലിയ ഒന്നാവും, ചിലപ്പോൾ 11 ഇനി ഒന്നും എത്രയെന്ന് ചിലപ്പോൾ ഭാര്യയോട് അങ്ങോട്ട് ചോദിക്കുകയും എനിക്ക് എത്ര വേണ്ടത്. കുടുംബജീവിതം എന്ന് പറയുന്നത് ഈ സയൻസ് അല്ല, അത് വേറെ സയൻസ്. അപ്പൊ ഇങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിൽ തന്നെ എല്ലാം സയൻസിലൂടെ പരിഹരിക്കാൻ പറ്റാതിരിക്കെ എല്ലാം പറഞ്ഞ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് പരിഹരിക്കണം എന്ന് വിചാരിക്കുന്നത് അബദ്ധമാണ്. നമുക്ക് പലതും കാണാതെ വിശ്വസിക്കേണ്ടി വരും. ഇനി ഈമാൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാറില്ല. ഈമാൻ കാര്യങ്ങളൊക്കെ 6, ചില പേര് 5 എന്ന് പറയും. ഒരു ഈമാൻ കാര്യം കണ്ടു. ശരിക്കും ഈമാൻ കാര്യം 5 ഈമാൻ കാര്യം 4 ഈമാൻ കാര്യം 3 അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഈമാൻ കാര്യങ്ങൾ കുറേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സഹീഹായ ഹദീസുണ്ട്, അൽ ഈമാൻ ബിദുഉൻ വസബഊന ശുഅബ. സഹീഹായ ഹദീസ്, മുത്തഫഖുൻ അലൈഹി. ഈമാൻ 60-ലധികം ശാഖകളുണ്ട്. ആരെങ്കിലും ഈമാൻ 6 നമ്മളങ്ങനെ പറഞ്ഞ് പഠിച്ചു. ഈമാൻ കാര്യം എത്രയെന്ന് വെച്ചാൽ 1 എന്ന് പറയാം. ഈമാൻ കാര്യം എത്രയെന്ന് വെച്ചാൽ 3 എന്ന് പറയാം. ഈമാൻ കാര്യം എത്രയെന്ന് വെച്ചാൽ 5 എന്ന് പറയാം, 6 എന്ന് പറയാം, 60 എന്ന് പറയാം. നമ്മളതിനെ കാണുന്നതിനനുസരിച്ച്. ഇപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഈമാൻ
ഒന്നാം കാര്യം അൽ ഈമാനു ബിൽ ഗൈബ്, കാണാത്തതിലുള്ള വിശ്വാസം, അദൃശ്യ കാര്യങ്ങളിലുള്ള വിശ്വാസം. ഇപ്പൊ പരിശുദ്ധ ഖുർആനിൽ ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ പറഞ്ഞു, താഴ്വാരങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗം കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളത് വിശ്വസിക്കുന്നുണ്ട്. കാരണം അല്ലാഹു പറഞ്ഞിട്ടുണ്ട് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. സൂറത്ത് ആൽ ഇംറാൻ 113. സത്യവിശ്വാസികൾക്ക് മുത്തഖീങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗ്ഗമുണ്ട്. അതിന്റെ വിശാലത എന്ന് പറഞ്ഞാൽ ആകാശങ്ങളോളം ഭൂമിയോളം വലുതാണ്. നമ്മൾ വിശ്വസിക്കുന്ന അങ്ങനെ ഉണ്ട്, പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല. ഇതിനാണ് ഈമാൻ ബിൽ ഗൈബ്. അപ്പോ യുഅ്മിനൂന ബിൽ ഗൈബ്, പക്ഷെ വിശ്വാസം മാത്രം പോരാ. വിശ്വാസം അതല്ലേ എല്ലാം പറയുന്നത്. പക്ഷെ ഇസ്ലാമിൽ വിശ്വാസത്തോടൊപ്പം തന്നെ വേണ്ട ഒരു നിർബന്ധ കർമ്മമാണ്, കാര്യമാണ് കർമ്മം. അല്ലാഹുവിൽ വിശ്വാസം അല്ലാതെ അല്ലാഹുവിലല്ലാതെ ആരെ വിശ്വസിക്കുക? പക്ഷെ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും അയാൾ ചെയ്യുന്നില്ല. അയാൾ പള്ളിയിൽ വരുന്നില്ല. എന്താ വരാത്തത്? അല്ലാഹ് പേടിയാണ്, കർശന പേടിച്ച് പള്ളിയിൽ വരുന്നില്ല. അങ്ങനെ ഒരാളാണെങ്കിലും അയാൾക്ക് അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടെന്ന് അംഗീകരിക്കും. ഇപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ പറയുന്നത് യുഅ്മിനൂന ബിൽ ഗൈബ് എന്ന് പറഞ്ഞിട്ട് വയുഖീമൂന സ്വലാ, അവര് നമസ്കാരം നിലനിർത്തണം. ഇഖാമത്തു സ്വലാത്ത് എന്ന് പറഞ്ഞാല് നമസ്കാരം ഉണ്ടാക്കലാണ്, നമസ്കാരം നിലനിർത്തുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നമസ്കരിക്കുന്നവർ അല്ല, പിന്നെന്താ പറഞ്ഞത്? നമസ്കാരം നിലനിർത്തുന്നവർ. നമസ്കരിക്കുന്നവരും നമസ്കാരം നിലനിർത്തുന്നവർ വ്യത്യാസം. നമസ്കരിക്കുന്നവർ എപ്പോഴെങ്കിലും നമസ്കരിക്കുന്നവർ. നമസ്കാരം നിലനിർത്തുന്നവർ എന്ന് പറഞ്ഞാലോ അതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കുകയും അത് കൃത്യവും ക്രമത്തിലും ചെയ്യുന്നവർ. ഇസ്ലാമിന്റെ ആരാധനകൾ കേവല ആരാധനയാണ്. ഇപ്പൊ നമസ്കാരം എന്ന് പറയുന്നത് പോലും ഒരു കേവല ആരാധനയാണ്. ആണെങ്കിൽ എവിടെയെങ്കിലും വെച്ച് എപ്പോഴും നിസ്കരിച്ചാൽ പറ്റില്ല, എത്രയെങ്കിലും നിസ്കരിച്ചാൽ പോലെ. സുബഹിക്ക് കുറച്ച് നേരം നല്ല ഒഴിഞ്ഞ സമയമാണ്, അതുകൊണ്ട് ആ സമയത്ത് ഞാൻ 6 റക്അത്ത് നമസ്കരിക്കും പറ്റുമോ? ഇനി വേറെ ചിന്തിക്കാൻ, സുബഹിന്റെ ആ സമയത്തൊക്കെ നീച്ച് നമസ്കരിക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനിപ്പോ ഒരു 7 മണിക്കൊക്കെ എഴുന്നേൽക്കും, അപ്പം നമസ്കരിച്ചേക്കാം പറ്റുമോ? പറ്റില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സമയബന്ധിതമായിട്ടുള്ള ഒരു നിർബന്ധ കർമ്മമാണ്, ആരാധനയാണ് നമസ്കാരം. അപ്പൊ അതിന്റെ സമയത്ത് നിർവഹിക്കണം എങ്കിലേ ആ നമസ്കാരം. ചില ആൾക്കാരെല്ലാം വിചാരിക്കുന്നു നിസ്കാരം 2 തരണ്ട്, രണ്ടും ചെയ്യാവുന്നതാണ്. ഒന്ന് അദാ ആയിട്ടുള്ള നിസ്കാരം, മറ്റൊന്ന് ഖളാ ആയിട്ടുള്ള നിസ്കാരം. നിങ്ങൾക്ക് ഏതാ പറ്റിയാൽ വേണമെങ്കിൽ ചെയ്യാം, അത് നിങ്ങളുടെ ചോയ്സാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ഇല്ല, നമസ്കാരം കിതാബൻ മൗഖൂത. സുബ്ഹ് നമസ്കാരം സുബ്ഹ് നമസ്കാരത്തിന്റെ സമയത്ത് ചെയ്യണം, അസ്ർ നമസ്കാരം അസ്ർ നമസ്കാരത്തിന്റെ സമയത്ത് ചെയ്യണം, മഗ്രിബ് മഗ്രിബിന്റെ സമയത്ത് ചെയ്യണം. ഇങ്ങനെ നമസ്കാരങ്ങൾക്ക് ഒരു സമയമുണ്ട്, ആ സമയത്ത് ചെയ്യണം. അപ്പോഴേ അതാവും. എന്തെങ്കിലും കാരണവശാൽ മനുഷ്യന്റെ അവന്റെ നിയന്ത്രണത്തിൽപ്പെടാത്ത എന്തെങ്കിലും കാരണവശാൽ അവനെ നഷ്ടപ്പെട്ടാൽ പിന്നീട് അത് അനുഷ്ഠിച്ചു കിട്ടുന്നത് വേറെ കാര്യം. അതിന് നിയമം എന്നല്ല പറയാം, നിയമത്തിലെ ശാബ്ദങ്ങളാണ്, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട കാര്യങ്ങളാണ്. അതൊരിക്കലും നിയമമായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോ നമസ്കാരം എന്ന് പറയുന്നത് സമയബന്ധിതമായി ചെയ്യേണ്ടതാണ്. ഇതിൽ ഇഖാമത്തു സ്വലാത്ത് എന്ന് പറയുന്നത് നമ്മൾ ഈ നമസ്കരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇമാം പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ വരികളൊക്കെ കറക്റ്റായിട്ട് നിർത്തുക. അത് നമസ്കാരത്തിന്റെ ഇഖാമത്തിൽപ്പെട്ടതാണ്. നമസ്കാരത്തിന്റെ ഇഖാമത്തിൽ എന്ത് പെടും? വരി നിൽക്കുന്നത് പെടും. വരി വളവില്ലാതെ നിൽക്കുന്നത് ഇഖാമത്തു സ്വലാത്ത്. നമ്മൾ നമസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ മുഅദ്ദിൻ വന്നിട്ട് ഖാമത്തു സ്വലാത്ത് എന്ന് പറയുന്നതാണ് ഇഖാമത്ത് കൊടുക്കാനാണ് വിചാരിച്ചത്. അല്ല, ഇഖാമത്തു സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമസ്കാരം അതിന് കൃത്യമായിട്ട് നിർവഹിക്കാൻ പള്ളി വേണം, ഇമാമ് വേണം, മാമൂമിങ്ങൾ വേണം, അത് സമയത്ത് നിർവഹിക്കപ്പെടണം. ഇതൊക്കെ കൂടി കൂടി ചേർന്നതാണ് ഇഖാമത്തു സ്വലാത്ത്. അപ്പൊ അങ്ങനെ ചെയ്യുന്നവരാണ് സത്യവിശ്വാസികൾ. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവുമായി ബന്ധപ്പെടാനുള്ള സത്യവിശ്വാസിയുടെ പ്രധാനപ്പെട്ട
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന് പോയിട്ടുണ്ട് അല്ലേ? അവിടെ അല്ലാഹുവിനെ കണ്ടിട്ടുണ്ട്. സത്യവിശ്വാസികളുടെ മിഅ്റാജാണ് ഈ നമസ്കാരം എന്ന് പറയുന്നത്. ഇത് അവർ അല്ലാഹുവുമായിട്ട് നേരിട്ട് നടത്തുന്ന മുനാജാത്താണ്, സംഭാഷണമാണ് നമസ്കാരം എന്ന് പറയുന്നത്. അഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നമസ്കാരം നിലനിർത്തുക എന്ന് അല്ലാഹു പറഞ്ഞു. നമസ്കാരം നാളെ പരലോകത്ത് അല്ലാഹു ആദ്യം ചോദിക്കുന്ന കാരണം തന്നിരിക്കുന്നത് നമസ്കാരം. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം തെറ്റാണെങ്കിൽ ഇന്നത്തെ ചോദ്യം നല്ല കാര്യം എന്ന് പറയാനില്ല. നമസ്കരിക്കാത്തവൻ മുഅ്മിനല്ല, മുസ്ലിമല്ല. ഇസ്ലാമിൽ പ്രവേശിക്കണമെങ്കിൽ ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട മുഅ്മിനാവേണ്ട പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്നാണ് പരിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെ പറയുന്നത്. പശ്ചാത്തപിച്ചു, നമസ്കാരം നിലനിർത്തി, സക്കാത്ത് കൊടുത്തു, അങ്ങനെയാണെങ്കിൽ അവർ ദീനിൽപ്പെട്ടവരാണ്. അല്ലെങ്കിൽ പരിഗണിക്കൂല. അപ്പൊ അല്ലാഹുവുമായുള്ള നമ്മുടെ ബന്ധത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിർവഹിക്കുന്നവർക്കാണ് ഈ ഖുർആൻ ഉപകാരപ്പെടുക. നിസ്കരിക്കാത്ത ഒരാൾക്ക് ഖുർആനിന്റെ ആശയം മനസ്സിലാക്കാനും ഖുർആൻ യഥാർത്ഥത്തിൽ ഉപകാരപ്പെടുകയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, പിന്നെ ഈ ആയത്തിൽ 3 കാര്യം പറഞ്ഞത്. ഒന്ന്, അവർ യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ അദൃശ്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. രണ്ടാമത്തെ കാര്യം, അവർ യുഖീമൂന സ്വലാത്ത്, അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ്. മൂന്നാമത്തെ കാര്യം, അവർ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ്. ഇത് സാമ്പത്തികമായ ആരാധന. നേരത്തെ പറഞ്ഞ ആരാധന നമസ്കാരം എന്ന് പറഞ്ഞാൽ ശാരീരികമായ ആരാധന. ഇവിടെ അള്ളാഹു പറഞ്ഞ ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ്. ചില ആൾക്കാർ പറയുന്നത് ഞാൻ ദാനധർമ്മമൊക്കെ ചെയ്യും, പക്ഷെ അള്ളാഹുവിന് നല്ലൊരു ജോലിയുണ്ട്. എനിക്ക് ഇപ്പോ ഒരു 250 ദിനാറിന്റെ ശമ്പളമുള്ള ജോലിയാണ്. എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു 500 ദിനാറിന്റെ ജോലി തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നല്ല ദാനധർമ്മം ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അങ്ങനെയുള്ള പറയുന്നത്. ഖുർആനൊക്കെ ഉപകാരപ്പെടുന്നത് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഇപ്പോഴുള്ള ജോലിയിൽ, ഇപ്പോഴുള്ള ശരീരത്തിൽ, ഇപ്പോഴുള്ള സൗകര്യത്തിൽ, ഇപ്പൊ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതിൽ നിന്ന് നിങ്ങൾ കൊടുക്കണം. അത് കിട്ടിയാൽ ഞാൻ കൊടുക്കുന്നുള്ള കണ്ടീഷൻ നോക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ സത്യവിശ്വാസികളുടെ സവിശേഷത നാം അവർക്ക് കൊടുത്തത്. ഒരാൾക്ക് കൊടുത്തത് 100 ആണ്, ഒരാൾക്ക് കൊടുത്തത് 1000 ആണ്, മറ്റേ കൊടുത്തത് 500 ആണ്. ഓരോരുത്തരും സത്യവിശ്വാസിയാണെങ്കിൽ 100 കൊടുത്തോ 100 കൊടുത്തോ എന്ന് കൊടുക്കും. 10 ദിനാറുള്ളവൻ 500 ദിനാർ കൊടുക്കുന്നവൻ, 1000 ദിനാറുള്ളവൻ 525 ദിനാർ കൊടുക്കുന്നവൻ തമ്മിൽ വ്യത്യാസത്തിൽ ഈ 10 ദിനാറുള്ളവൻ 1 ദിനാർ കൊടുത്താൽ അതിനാണ് കൂലി കൂടുതൽ, അതിനാ പ്രതിഫലം കൂടുക. എന്നിട്ട് അങ്ങനെ വരട്ടെ നമ്മൾ പറയുമ്പോൾ നമുക്ക് ഉറപ്പ് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്ന് മാത്രമല്ല അല്ലാഹു ഓർഡർ ഇട്ടിരിക്കുകയാണ്, പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്താണ് അല്ലാഹുവിന്റെ പ്രഖ്യാപനം? വഇദ തഅദ്ദന റബ്ബുകും ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ തരാട്ടോ എന്ന് പറഞ്ഞതാണ്. പക്ഷെ കൊടുക്കുമ്പോൾ നമുക്ക് വിശ്വാസം, അത് കൊടുത്താൽ അല്ലാഹു ചില കുട്ടികളൊക്കെ ഉണ്ട്, അവരെ നമ്മളെ ഒരു മിഠായി കൊടുത്താൽ പിന്നെ തിരിച്ചു ചോദിച്ചാൽ പിന്നെ ഒരിക്കലും തരില്ല. അവർ പിന്നെ അത് അവരുതായി നമ്മളെ എത്ര ചോദിച്ചാലും തരില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നാണ് ഈ സമ്പത്ത്. അല്ലാഹു കുറച്ച് ചോദിക്കുമ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതല്ലേ, അതെങ്ങനെയാണ് കൊടുക്കുക? ഇതാണ് നമ്മുടെ അള്ള പറയണേ. വെറുതെ തരണ്ട, നീട് തന്നാൽ ഞാൻ കൂടുതലായിട്ട് തരാം. ഒന്നാമത് എന്ത് പൊട്ടന്മാരാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ തന്നെ വരുന്നുണ്ട്, മൻദല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസന ഫയുളാഇഫഹു ലഹു അദ്ആഫൻ കതീറ. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ ചെലവഴിച്ചാൽ, കൊടുത്താൽ അല്ലാഹു നിങ്ങൾക്ക് ഇരട്ടിയായി തരാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അല്ലാഹു പറഞ്ഞിട്ട് നമുക്ക് ഉറപ്പ് പോരാ. അല്ലാഹു പറയണ അവരുടെ ഗുണം വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് കൊടുത്ത സമ്പത്തിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരായിരിക്കും. ഇപ്പൊ പ്രധാനപ്പെട്ട അല്ലാഹുവിന്റെ ഗ്രന്ഥം ഉപകാരപ്പെടുന്നവരുടെ 4 ഗുണമാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, അവർ മുത്തഖീങ്ങളായിരിക്കും, അഥവാ അവർക്ക് ജാഗ്രതയും സൂക്ഷ്മതയും ഉണ്ടായിരിക്കും. 2, അവർ അദൃശ്യ കാര്യങ്ങളിൽ നാളത്തെ പരലോകത്തിൽ, സ്വർഗത്തിൽ, നരകത്തിൽ
വിചാരണയിൽ, അതുപോലെ തന്നെ മലക്കുകളിൽ, ഇതിലൊക്കെ അവർ വിശ്വസിക്കുന്നവരായിരിക്കും. മൂന്നാമത്തെ കാര്യം, അവർ അള്ളാഹുവുമായുള്ള ബന്ധം നിരന്തരം തുടരുന്നവരായിരിക്കും. 5 സമയം ചുരുങ്ങിയത് അവർ അള്ളാഹുവുമായുള്ള അവരുടെ ആ ലൈൻ കണക്ട് ചെയ്യും, കൃത്യമായിട്ടത് ചെയ്യുന്നവരായിരിക്കും. നാലാമത്തെ കാര്യം, നാം അവൻ ഒരുപാട് ഔദാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ശരീരം നൽകിയിട്ടുണ്ട്, സമ്പത്ത് നൽകിയിട്ടുണ്ട്, കഴിവ് നൽകിയിട്ടുണ്ട്, നാവ് നൽകിയിട്ടുണ്ട്. ഇതൊക്കെ അവൻ അള്ളാഹിന്റെ മാർഗത്തിൽ അവൻ ചെലവഴിക്കുന്നതാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ പറയുമ്പോൾ ചെലവഴിക്കുന്നതാണ്, ഇൻഫാഖ് നടത്തുന്നവരാണ്. പിന്നീട് ഈമാനു ബിൽ ഗൈബ്, ഇഖാമത്തുസ് സ്വലാത്ത്, അതുപോലെ തന്നെ അൽ ഇൻഫാഖ്, അൽ ഈമാനു ബിൽ കുതുബ്, പിന്നെ അൽ ഈമാനു ബിൽ ആഖിറ. ഈ അവസാനത്തെ 2 കാര്യങ്ങൾ അടുത്തായിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. എന്താണ് നബിയിലും നബിക്ക് മുമ്പ് വന്ന പ്രവാചകന്മാരിലുമുള്ള ആ ബന്ധത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്, എന്താണ് പരലോകത്തിലുള്ള വിശ്വാസം, ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാം മനസ്സിലാക്കുകയും പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.